വെൽഫെയർ പാർട്ടി പിന്തുണ CPM ആയുധമാക്കുമ്പോഴാണ് MV ഗോവിന്ദന്റെ പ്രസ്താവന UDFന് വീണുകിട്ടിയ വടിയായത്. തൃശൂരിന് പുറമെ നിലമ്പൂരിലും BJP CPM ധാരണ ഉണ്ടാക്കിയെന്ന ആരോപണം ഇതോടെ വീണ്ടും സജീവമായി. ഇതുവരെ ഈ സത്യം CPM നേതാക്കന്മാർ മൂടിവെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. CPMനെ പല ഘട്ടത്തിലും നയിച്ചിട്ടുള്ള രാഷ്ട്രീയ ചിന്ത അന്ധമായ കോൺഗ്രസ് വിരോധമാണ്. ആ അന്ധമായ കോൺഗ്രസ് വിരോധത്തെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി RSSുമായിട്ടും BJP ആയിട്ടും പരസ്യമായിട്ട് രാഷ്ട്രീയ ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ പോലും അവർ ഒന്നിച്ച് മത്സരിച്ചിട്ടുണ്ട്. നമ്മൾ വേർപിരിഞ്ഞെങ്കിലും ഇടയ്ക്ക് വേർപിരിഞ്ഞെങ്കിലും പണ്ട് നമ്മൾ വലിയ കൂട്ടുകാരായിരുന്നു, നമ്മൾ ഒരുമിച്ചായിരുന്നു എന്ന ഒരു പ്രണയിനിയുടെ പ്രണയാർദ്രമായ അപേക്ഷ പോലെ ഇപ്പോൾ സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ്. ഇത് RSSന്റെയും BJPയുടെയും സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രണയാർദ്രമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇവിടെ ചെയ്തു കൊടുത്ത സഹായത്തിന് പ്രതിഫലമായി ഇപ്പുറത്ത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ അവർ അവരുടെ സഹായങ്ങൾ ഏറ്റുവാങ്ങാനുള്ള നടപടികൾ സ്വീകരിച്ചു എന്ന് ഉള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കാര്യം വ്യക്തമായല്ലോ. കാര്യം ഇത്രയും ദിവസം പറഞ്ഞതൊക്കെ വെറുതെ ആയിരുന്നു എന്നുള്ളതും യഥാർത്ഥം എന്താന്നുള്ളതും അവസാനം ഗോവിന്ദ മാഷ് തന്നെ പറഞ്ഞു. വൈവിധ്യമാർന്ന കൂട്ടുകെട്ടുകൾ തരാതരം പോലെ ഉണ്ടാക്കിയത് അവരാണ്.